ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മഞ്ഞൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതുകൊണ്ടുള്ള എന്തെങ്കിലും ഉടായ്പായിരിക്കും അല്ലേ? അതെ, ഇന്ന് നമുക്ക് ചെറിയൊരു ബ്യൂട്ടി ടിപ്സാണ്. മഞ്ഞൾ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ മഞ്ഞൾ നമ്മൾ കരുതും പോലെ നിസ്സാരക്കാരനല്ല. ഇതിൽ ധാരാളം കുറുക്കുമിൽ അടങ്ങിയിട്ടുണ്ട്. അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റിസെപ്റ്റിക് തുടങ്ങിയ ഗുണങ്ങളുള്ള, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. വയവയ്ക്ക് മഞ്ഞളിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫീലിംഗ്. പോട്ടെ, നമുക്കിനി കാര്യത്തിലേക്ക് എടുക്കാം. ഇനി ഇങ്ങനെ മഞ്ഞളെണ്ണ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മഞ്ഞളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. മടി കൂടപ്പപ്പായതുകൊണ്ട് ഞാൻ അരച്ചെടുത്തതാട്ടോ. അധികം അരഞ്ഞു പോവരുതേ. മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്രേറ്റ് ചെയ്തെടുത്ത മഞ്ഞൾ നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പം ഫ്ലെയിം ഓൺ ചെയ്യരുത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. കാരണം ചൂടധികമായി പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണയും മഞ്ഞളോട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് അവിടുന്ന് റെഡി ആവുള്ളൂ. നമുക്ക് കുറച്ച് മഞ്ഞൾ വിശേഷം പറയാം അല്ലേ. ഈ മഞ്ഞളെണ്ണ നമ്മുടെ മുഖക്കുരുവിൻ്റെ വീക്കം എന്നിവ മാറാനും, അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും പാടുകളും ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മഞ്ഞളെണ്ണ. അതുപോലെ തൈരിലും തേനിലൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഫേസ് മാസ്ക് ആയിട്ടും ഈ മഞ്ഞളെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കിൻ പ്രോബ്ലംസിന് നാച്ചുറൽ തന്നെ ഒരു എഫക്റ്റീവ് സൊല്യൂഷനാണ് ഈ മഞ്ഞളെണ്ണ എന്ന് പറയുന്നത്. ഈ മഞ്ഞളിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഏകദേശം ആവാറായിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനും അടിയിൽ പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ മഞ്ഞളെണ്ണ ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ മഞ്ഞളെല്ലാം അതിലൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകമായതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. എണ്ണ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിപ്പയിലാണ് അരിക്കുന്നത്. തുണി വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അരിച്ചെടുത്ത എണ്ണ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പി നന്നായിട്ട് ഉണങ്ങിയതാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ എണ്ണ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എണ്ണ കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.